ഇന്ന് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്നത് പോലെ നോർമൽ പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് ഈ വെള്ളം നമുക്ക് തിളപ്പിക്കണം. വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത് പാസ്ത സോസ് ഒന്നും ഒഴിക്കാതെ, അതല്ലെങ്കിൽ വൈറ്റ് സോസ് ഒന്നും ആക്കാതെ നോർമലായിട്ട് ഉണ്ടാക്കുവാണ്. ഇത്രയും പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 3 കപ്പുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയാണ്. അവർക്ക് ഈ വൈറ്റ് സോസ് ഒന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാസ്ത ഇട്ട് കൊടുക്കാം. അതൊന്ന് വെന്ത് കിട്ടണം നമുക്ക്. അപ്പോൾ അതൊന്ന് ഇളക്കിയും കൂടെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചെങ്കിലോ. ഇങ്ങനെ കളറൊക്കെ മാറി വരുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അത് വെന്ത് വരട്ടെ. തിളയ്ക്കുമ്പോൾ ഇങ്ങനെ വെളുത്ത് വരും, പതപതയായിട്ട്. വെന്തിട്ടില്ല, നന്നായിട്ട് വേകണം. ഇപ്പം ഞാനൊരു 70% പകുതിക്ക് മേലെ വേവിക്കുന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് മസാലയൊക്കെ ഇടുമ്പോൾ വേവിച്ചെടുക്കാം. ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ചോപ്പ് ചെയ്യണം. പാസ്ത കുറച്ച് വെന്തു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ചിലപ്പോൾ അടിയിൽ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും. അതുകൊണ്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഇടണം. നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം. ഈ 2 സോസാണ് ഞാൻ ഉപയോഗിക്കുന്നത്, സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പൊടിയാണ്. ഒരേ അളവിൽ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ചെറിയ ജീരകപ്പൊടി. ഈ 6 കൂട്ടം ഒരേ അളവിൽ, ഇപ്പോൾ 1 സ്പൂൺ വീതമാണെങ്കിൽ എല്ലാം 1 സ്പൂൺ വീതം ഒരു കുപ്പിക്കകത്താക്കിയിട്ട് നല്ലപോലെ കുപ്പി കുലുക്കിയാൽ മതി. എന്നിട്ട് ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ പാസ്തയോ നൂഡിൽസോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. ഇതിന് വലിയ എരിവൊന്നുമില്ല, കാരണം എല്ലാ പൊടികളും കൂടെ അല്ലേ കൂട്ടിയിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഇതിൽ ചേർക്കാൻ പോകുന്നത്. ഇങ്ങനെ ആക്കി വെച്ചാൽ കുറേ നാളത്തേക്ക് ഇരിക്കുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ എടുത്തിട്ടാൽ മതി. സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ടേസ്റ്റ് കിട്ടും, നല്ല ടേസ്റ്റാണ്. വെന്ത് വന്നിട്ടുണ്ട്. പകുതിക്ക് മേലെ വേവായിട്ടുണ്ട്. ഇത് മതി. വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ അടച്ച് വെക്കാം. ഇത് നമുക്കിനി നന്നായിട്ട് വെള്ളം ഊറ്റിക്കളയണം. 2 തവണ ഞാൻ വെള്ളം ഒഴിച്ച് ഊറ്റിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടതല്ല, അല്ല ഉപ്പ് കൂടിപ്പോവും. പിന്നെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നോൺ സ്റ്റിക്കിൻ്റെ. അതിലേക്ക് ബട്ടറായി ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ടറാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അതല്ലെങ്കിൽ നെയ്യോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കാം. ബട്ടറാണ് കുറച്ചും കൂടെ നല്ലത്. വെളുത്തുള്ളിയൊക്കെ കൂടി ചേരുമ്പോൾ ഒരു ടേസ്റ്റ് നല്ലത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് അതിൻ്റെ മണം കുത്തലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ പൊടികൾ, മുമ്പ് പറഞ്ഞ ആ പൊടികൾ ഒരു 3 സ്പൂൺ ഞാനിപ്പോൾ ഇടുന്നുണ്ട്. കാരണം അത്രയും പാസ്ത ഉണ്ടല്ലോ. 3 സ്പൂൺ ഇടുമ്പം
ചെറിയൊരു എരിവുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ 2 സ്പൂണ്. ഇതിപ്പോൾ അത്ര പാസ്ത ഉണ്ടായതുകൊണ്ട് 3 സ്പൂൺ ഓക്കെയാണ്. നന്നായിട്ട് ഇളക്കിയെടുക്കണേ, കരിയരുത്. അതിലേക്ക് അല്പം സോസുകൾ, സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിക്കണം. പെട്ടെന്ന് തന്നെ ഇളക്കണേ, ഒരു സ്മെല്ലൊക്കെ വരും. എന്നിട്ട് ഈ പാസ്തയും കൂടെ ഇട്ടിട്ട്, പാസ്തയ്ക്കകത്ത് അല്പം വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് ഇളക്കണം. എല്ലായിടത്തും ഈ സോസും പൊടികളും ഒക്കെ പറ്റി പിടിക്കണം. നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇടണം. ഇവിടെ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിടുക. ഇത് നന്നായിട്ട് വെന്തിട്ടൊന്നുമില്ലേ, കുറച്ചും കൂടെ വേകാനുണ്ട്. പാതി വേവ് കഴിഞ്ഞതേ ഉള്ളൂ. കുട്ടികൾക്കായി കൊണ്ട് നന്നായിട്ട് വേവിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. പല ഷേപ്പിലുള്ള പാസ്തയുണ്ട്. തവണ ഇതാ മേടിച്ചത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. സോസൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക്, വൈറ്റ് സോസ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക്, കണ്ടോ വെള്ളമില്ല. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ഏറ്റവും ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് വെന്ത് വരും. അടച്ച് വെച്ച് വേവിക്കുക. കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നു. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. വൈറ്റ് സോസ് ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും. ഇനി വേറെ കറിയൊന്നും വേണ്ട, സോസൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്.